ഹലോ ബോസ്, ഞങ്ങൾ മൈക്കിളിന്റെ വീടിന്റെ ജംഗ്ഷനിലുണ്ട്. എടാ നിങ്ങൾ അവിടെ എത്തിയില്ലേ? എടാ ഒരു കാരണം വെച്ചാൽ ഈ കിഡ്നാപ്പ് മിസ്സായി പോകരുത്. മൈക്കിളിന്റെ വീട്ടിലെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താലേ മൈക്കിൾ എവിടെ നിന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. സോ ബി റിയലി കെയർഫുൾ. ഓക്കെ ബോസ്, ഞങ്ങൾ മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇനി ബോസിനെ വിളിക്കുള്ളൂ. മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഫ്രാങ്ക്ലിനിത് ഞാനുണ്ടല്ലോ നിന്നൊന്ന് വെച്ചേക്കുക. നീതാ വിളിച്ചിരുന്നോ എന്റെ ചേട്ടൻ നിന്നെയൊക്കെ തീർക്കുക. നിന്റെ അനിയത്തിനെ നീ കിഡ്നാപ്പ് ചെയ്തോ? ചാവണോ? സത്യ പോ. ആരെയും ഒളിമ്പിലടിക്കാനാവും. ഫ്രാങ്ക്ലിൻ ആണോന്നാവും. അച്ഛൻ നോക്കട്ടെ. ഫ്രാങ്ക്ലിൻ പറയണ്ടായിരുന്നു ട്രേസിനെ ആരോ കിഡ്നാപ്പ് ചെയ്തും പോകും. ഇതാവോ എന്തോ, ചെന്ന് നോക്കട്ടെ. ആ എടാ ഫ്രാങ്ക്ലിനെ, എന്തായാ അവരെ പിടിച്ചോ നീ? എന്തായി നമ്മ ട്രേസി എവിടെ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായോ? എടാ ഷിൻചാനെ, എനിക്ക് ട്രേസി എവിടെ ഉണ്ടെന്ന് അറിയാം. നമുക്കിപ്പോൾ ട്രേസിനെ കൊണ്ടുവരാനായിട്ട് പോവാം. വാ, നീ കാറിലേക്ക് കയറും. നമുക്ക് വേഗം പോയിട്ട് ട്രേസിനെ അവിടെ നിന്ന് രക്ഷിച്ചും കയറും. വാ, കയറി വേഗം പോവാം. ടൈമിട്ട് മേസ് ചെയ്യാനില്ല. ഓക്കെ, ഞാൻ വരുവോ. എടാ ഷിൻചാനെ, ഫസ്റ്റ് നമുക്ക് മൈക്കിളിന്റെ വീട്ടിൽ പോയിട്ട് നമ്മളാ കാർ എടുത്തുകൊണ്ട് പോവാം. എന്നിട്ട് വേണം അവന്മാർക്ക് നല്ലത് കൊടുക്കാൻ. നിങ്ങളൊന്നുകൊണ്ട് പേടിയണ്ട, ഞാനുണ്ട് കൂടെ. ഞാൻ ആ ട്രേസിനെ കൊണ്ട് എന്തായാലും ഉറപ്പായിട്ടൊന്നും നോക്കിക്കോന്നില്ല. ഞാൻ ഈ കാർ അങ്ങനെ എടുക്കണം. അപ്പൊ അവളെയും കൊണ്ടല്ലാതെ ഞാനൊന്നും തിരിച്ചു വരില്ല. ശരിയാണ്.
ജാനേ നമ്മൾ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ട്രേസിനെ കിട്ടി, നമ്മൾ മിഷൻ സക്സസ്ഫുൾ ആയി. അതെ അതെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ട്രേസിനെ അവര് കൊന്നു കളഞ്ഞാണേ. വളരെ നന്ദിയുണ്ട് ഫ്രാങ്ക്ലി, വളരെയധികം നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന്. അയ്യോ അയ്യോ, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നീ കേട്ടോ, ഈ ചിഞ്ചാനൊന്നും വിളിക്കണ്ട. ഈ ഫ്രാങ്ക്ലിൻ കോഴിയാ, അവളോട് ജസ്റ്റ് കൊല്ലുന്നുണ്ടല്ലേ. ചെയ്താൽ മതി.